നമസ്കാരം. റൺവീർ അഹമ്മദിയ PC ജോർജ് രണ്ടുപേരും ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ്റെ ദുരുപയോഗം കൊണ്ട് വാർത്തകൾ നിറഞ്ഞിരിക്കുകയാണ്. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് തരുന്ന ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ? നമുക്ക് നോക്കിയാലോ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 3 ആർട്ടിക്കിൾ 19(1)(a) ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ പ്രതിപാദിച്ചിരിക്കുന്നത്. അതുപ്രകാരം ഓൾ സിറ്റിസൺസ് ഷാൽ ഹാവ് ദി ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. അതായത് എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും അവൻ്റെ ആശയങ്ങൾ പറയാനും പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നിരുന്നാലും അതിന് ചില നിയന്ത്രണങ്ങളുണ്ട്. ഇന്ത്യൻ ഗവൺമെൻറ്റിന് നിയമത്തിലൂടെ ചില കാരണങ്ങൾക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ്റെ മുകളിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാവുന്നതാണ്. എന്തൊക്കെയാണ് കാരണങ്ങൾ? 1. സെക്യൂരിറ്റി. ഇന്ത്യക്കകത്തോ പുറത്തോ യുദ്ധങ്ങൾ നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാവുന്നതാണ്. 2. സോവറിനിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഇന്ത്യ. 3. ഫ്രണ്ട് റിലേഷൻഷിപ്പ് വിത്ത് ഫോറിൻ കൺട്രീസ്. ഇവയ്ക്ക് എന്തെങ്കിലും ഭീഷണി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാവുന്നതാണ്. 4. പബ്ലിക് ഓർഡർ. 5. ഡീസൻസി ആൻഡ് മൊറാലിറ്റി. ഇവ മെയിൻറ്റെയിൻ ചെയ്യാനും നിയമങ്ങൾ കൊണ്ടുവരാവുന്നതാണ്. 6. ഹെയ്റ്റ് സ്പീച്ച്. 7. ഡീഫമേഷൻ. 8. കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്. ചരിത്രം എടുത്ത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ പല രീതിയിൽ പല തലങ്ങളിൽ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും. സൂര്യൻ ചുറ്റുമാണ് ഭൂമി കറങ്ങുന്നതെന്ന് ഗലീലി പറഞ്ഞപ്പോഴും ടിയാനൻമെൻ സ്ക്വയറിലും ജാലിയൻ വാലാബാഗിലും അഫ്ഗാനിസ്ഥാനിലും ഇറാനിലും കുട്ടികൾക്കും സ്ത്രീകൾക്കും എതിരെയുള്ള ചൂഷണങ്ങളും എല്ലാം സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റങ്ങളാണ്.